ഇപ്പോൾ എസ് ശരത്തിനൊപ്പം ഉഷയുടെ മകൻ ചേരുന്നുണ്ട്. ശരത്ത്, അതായത് എന്റെ മകൻ ഒരുപാട് ആശുപത്രികൾ കൊണ്ടുപോയി, എന്റെ മകൻ ഒരുപാട് പണം ചെലവഴിച്ചു എന്നൊക്കെ ആ അമ്മ നേരത്തെ പറഞ്ഞത് എത്ര സങ്കടത്തോടു കൂടിയാണ്. ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ ഈ കുടുംബത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? മാധു, അത് തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായി ഉഷ അനുഭവിക്കുന്ന അതേ വേദന സ്വന്തം മകനും അനുഭവിക്കുന്നുണ്ട്. നമുക്കൊപ്പം ഷിബിൻ കൂടി ചേരുന്നുണ്ട്. ഷിബിൻ, യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വീഴ്ച? നമ്മളിത് മൂത്രത്തിക്കല്ല് കാരണം കാണിക്കാൻ പോയതാണ്. അങ്ങനെ കാണിച്ചിട്ട് വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോൾ കണ്ടപ്പോഴാണ് ഇത് കാണുന്നത്. 5 വർഷമായി ചികിത്സയൊക്കെ നടത്തുന്നു. എങ്ങനെയാണ് ഇതിന് വേണ്ടി ചികിത്സയായിട്ടൊന്നുമില്ല. ഇത് എപ്പോൾ തൊട്ടാണ് ഇതിന് ഈ വേദന തുടങ്ങുന്നത്? ഇത് മൂത്രത്തിക്കല്ലിന്റെ ബേസിക് ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക 5-6 മാസമായിട്ട് ഇപ്പൊ കൺസൾട്ട് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ കൺസൾട്ട് ചെയ്തപ്പം എക്സ്റേ എടുക്കാൻ പറഞ്ഞ എക്സ്റേ എടുത്തതിൽ ഇത് കണ്ടതാണ്. ഇന്നലെ എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടതാണ്. അമ്മ നിരന്തരം വേദന പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഈ മൂത്രത്തിക്കല്ലിന്റെ വേദന പെയിൻ ഇങ്ങനെ പറയുന്നുണ്ട്. മൂത്രത്തിക്കല്ല് ശരിക്കും ഉണ്ടോ? ഉണ്ട്. ഉണ്ടായിരുന്നു. കത്രിക ഉള്ളത് ഇന്ന് എന്നാണ് കാണുന്നത്? ഇന്നലെ നമ്മൾ എക്സ്റേ എടുത്തപ്പോഴാണ്. കാരണം എക്സ്റേ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എടുത്തപ്പം നമ്മളത് കണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഒരു ഡോക്ടർമാരും ഇത്തരം ഒരു കത്രിക ഉള്ളതായിട്ടൊന്നും തന്നെ പറഞ്ഞു ഇല്ല. ഇതിനെപ്പറ്റി ഇതുവരെ ആരും സംസാരിച്ചും ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇന്നലെ എടുത്തപ്പോഴാണ് ഇത് കറക്റ്റ് കാണുന്നത്. ഇങ്ങനെ പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന ശസ്ത്രക്രിയ 2021 തന്നെയാണ്. അതെ. അത് ലാസ്റ്റ് ചെയ്തത് യൂട്രസ് റിമൂവ് ചെയ്തായിരുന്നു. മൂത്രത്തിക്കല്ലിന്റെ പ്രശ്നം എത്ര കാലമായി? അതൊരു 5-6 മാസമായി. 5-6 to 7 മാസമായി. 6 മാസമായിട്ട് വേദനയുണ്ട്. ആ മൂത്രത്തിക്കല്ലിന്റെ പെയിനും ആ മൂത്രത്തിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അമ്മ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷമായി കഠിന വേദനയുണ്ട് എന്നൊക്കെയാണ്. വേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് വലിയ പെട്ടെന്ന് തന്നെ പോകും. അങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും ഗുളിക കഴിച്ചിട്ടോ എല്ലാം മാറാറില്ല. ആശുപത്രിക്ക് കാണിക്കുക? ഇല്ല, അങ്ങനെ നിരന്തരമായിട്ടൊന്നും കാണിക്കാറില്ല. ഇതിപ്പം ഈ മൂത്രത്തിക്കല്ലിൽ നമ്മൾ കുറച്ച് നാളായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കറക്റ്റ് കാണിച്ച് അങ്ങനെ കാണിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. മുഴ നീക്കിയതിന് പിന്നാലെ, അതായത് 2021 ശസ്ത്രക്രിയയിൽ മുഴ നീക്കാൻ വേണ്ടിയായിരുന്നു. അതിന് പിന്നാലെ എന്തെങ്കിലും വേദന പിന്നീട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്? പിന്നെ അങ്ങനെ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പഴുത്തായിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്ത് മാറിയായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു കൂടി ഒരു വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുന്നതും അങ്ങനെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. കത്രിക കുടുങ്ങിയത് ആ സമയത്ത് തന്നെയാണ് എന്ന് സംശയം? സംശയം. കാരണം അതിന് മുമ്പ് നമ്മൾ എക്സ്റേ എടുക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കുറെ വർഷം മുമ്പ് അതിനകത്തൊന്നും നമ്മൾ ഈ റീസെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എക്സ്റേയും കാര്യങ്ങൾ എടുത്തത്. അപ്പൊ അതിനകത്തൊന്നും ഇതില്ലായിരുന്നു. ഇത് അതിന്റെ ബേസിക്കാണ്. കൊറോണയ്ക്ക് പോയതിന്റെ ബേസിക്കാണ്. നിലവിൽ ഇപ്പോൾ ഏത് നടപടി കഴിഞ്ഞ് മുന്നോട്ട് പോകാനാണ്? നമുക്കിത് ഫാസ്റ്റായിട്ട് ചെയ്ത് മാറണം. അതാണ് നമ്മുടെ ആവശ്യം. മെയിനായിട്ട് ഇതാണ്. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇനി എന്തായാലും കേസ് കൊടുക്കാം എന്നുള്ളതായി. ഈ 6 മാസമാണെങ്കിലും അമ്മ പറയും തൊഴിലുറപ്പിന് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ, മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത പേഴ്സണൽ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. നമ്മളോട് പറയുന്നല്ലേ ഉള്ളൂ. അവർക്ക് കറക്റ്റായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തുള്ളൂ. നമ്മൾക്കത് കാണിച്ചപ്പോഴാണല്ലോ നമുക്കാണെങ്കിലും മനസ്സിലാക്കിയത്. ഈ ഏറ്റവും ഒടുവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇത് കണ്ടെത്തിയ സമയത്ത് അവരെന്താണ് ഒരു പരിഹാരം പറഞ്ഞത്? തിങ്കളാഴ്ച വരാൻ അവർ ഫാസ്റ്റായിട്ട് ഇത് ചെയ്തു തരാം, റിമൂവ് ചെയ്ത് തരാം എന്നാണ്. പറയരുത് എന്നൊരു പരാതി പറഞ്ഞു. അങ്ങനെ അവർക്ക് കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നൊരു ഓപ്ഷൻ അവർ പറഞ്ഞായിരുന്നു. അതിന്റെ പുറകെ പോകണമെങ്കിൽ പോവാം എന്നവർ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞു. നിലവിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇതിലൊരു കൃത്യമായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നാണ്. ഇവരുടെ മിസ്റ്റേക്ക് കാരണം നമ്മൾ കൺസ്യൂമേഷൻ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനകത്തൊരു അവരത് ഫാസ്റ്റായിട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയാലും ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വഹിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ചിലവ് മാത്രം അവർ കൺസൾട്ട് ചെയ്ത് തരാം, ബാക്കിയൊക്കെ നമ്മൾ തന്നെ വഹിക്കണം എന്ന് അവർ പറഞ്ഞു. അതായത് ഹോസ്പിറ്റലിലെ ചിലവ് ഇത്രയും കാലം ഉണ്ടായ വീഴ്ചയൊക്കെ മറച്ചു വെച്ച് അവർ ഹോസ്പിറ്റൽ ചിലവ് മാത്രം വഹിക്കാമെന്നാണ്. ഹോസ്പിറ്റലിന്റെ ചിലവ് മാത്രം അവർ ഫുള്ളായിട്ട് കൺസൾട്ട് ചെയ്ത് തരാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം മറ്റൊന്നും ചെയ്തു തരാന്ന് പറഞ്ഞു? ഇല്ല. ഒരു വാഗ്ദാനം നൽകി? ഇല്ല, വേറെ ഒന്നും. മറ്റാരോട് പരാതി കൊടുക്കരുതൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, പരാതി എനിക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നിലവിൽ പോലീസിൽ മറ്റോ പരാതി നൽകി? നമ്മൾ പുന്നപ്ര സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അമ്പലപ്പുഴയ്ക്ക് അവിടെ സ്റ്റേഷൻ അതിരി വണ്ടാനത്തിന്റെ അമ്പലപ്പുഴ, അപ്പം അവിടെ പോയി അടുത്ത റിപ്പോർട്ട് ചെയ്യണം. മധു, മകൻ ഷിബിനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതായത് കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്കുണ്ടായ ഒരു മൂത്രത്തിക്കല്ലുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കിടെയാണ് ഇത്തരമൊരു വീഴ്ച കണ്ടെത്തിയതെന്നുള്ളതാണ് ഷിബിൻ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും 6 മാസമായി ഇതുമായി ബന്ധപ്പെട്ട വേദന ഉണ്ടായിരുന്നു. പക്ഷേ മൂത്രത്തിക്കല്ല് എന്ന രീതിയിലാണ് ചികിത്സ നടത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഇത്തരമൊരു വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരാതിയെ നൽകിയിട്ടില്ല. ഉടൻ തന്നെ പരാതി നൽകും എന്നുള്ളതാണ്. പ്രധാനമായും അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് വീഴ്ച പരിഹരിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം ഇത്തരം ഒരു കത്രിക ഉൾപ്പെടെ നീക്കിയിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നം എടുക്കാൻ വേണ്ടി കഴിയണം. അതിനുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ തലത്തിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മകൻ ഷിബിൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
ശരി, ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു കാര്യം, മകൻ സംസാരിച്ചപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നത് അവർക്ക് മൂത്രത്തിൽ കല്ല് പ്രശ്നമുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ് ആശുപത്രിയിൽ പോയത്. ആ സമയത്ത് നടത്തിയ പരിശോധനയിൽ ആണ് ഇത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. പിന്നെ അമ്മയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അമ്മയ്ക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയുകയുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആൺകുട്ടികളാണ്, എത്രത്തോളം കാര്യങ്ങൾ പങ്കുവെക്കപ്പെടും എന്നുള്ളതൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ല. കുറച്ചു മുമ്പ് ഉഷ നമ്മളോട് പറഞ്ഞത് കൂടി കേൾക്കാം. 2021 മെയ് 5-ാം തീയതി ലളിതാംബിക ഡോക്ടറിനാണ് ഞാൻ കാണിച്ചതിനെ ഓപ്പറേഷൻ ചെയ്തത്. ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വേദന മൊത്തം, നടുവേദന വരും, വയറുവേദനയൊക്കെ എനിക്ക് വരുമായിരുന്നു. അന്നേരം ഞാൻ ഓരോ ഡോക്ടർമാരുടെ വീടുകളിൽ ആശുപത്രി കൊണ്ട കാണിച്ച് മരുന്ന് മേടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. എക്സ്റേ പടത്തിലൊരു വര പോലെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു എക്സ്റേയും കൂടി എടുത്തപ്പോഴാണ് ഈ കത്രിക കാണുന്നത്. ഞാനിനി വണ്ടാനത്തോട്ട് പോകുന്നില്ല, എന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക. എനിക്ക് പേടിയാണ് വണ്ടാനത്തോട്ട് പോകാനായിട്ട്. വേദന തിന്നുന്നതിന് കണക്കില്ല. മൂത്രം പോയി കഴിയുമ്പോൾ ഞാൻ കുനിഞ്ഞ് നിൽക്കും, മുട്ടൽ കുനിഞ്ഞിങ്ങനെ കിടക്കുക. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ശരിക്കും വേദന തിന്നിട്ടുണ്ട്. പോയ 5 വർഷങ്ങളിൽ ചെന്ന വേദനയുടെ കാര്യം പറയുകയാണ്, നമ്മളോട് പറയുകയാണ് ഉഷ എന്ന സ്ത്രീ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2021 വർഷം നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ദുരിതം താൻ അനുഭവിച്ചു തുടങ്ങിയത് എന്ന റിപ്പോർട്ടറിനോട് ഉഷ പറയുന്നത് നമ്മൾ കേട്ടു. ശേഷം ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. പാമ്പേഴ്സ് വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഒരു തുള്ളി മൂത്രം ഒഴിച്ചു പോയാൽ കുനിഞ്ഞിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് തന്റെ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടായത് എന്നുള്ളത് ഉഷ നമ്മളോട് പറയുന്നുണ്ട്.